ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അള്ളാഹുവിൻ്റെ കലാമ് പാരായണം ചെയ്തുകൊണ്ടിരിക്കുക എന്നത് ഏറ്റവും മഹത്തായ ഇബാദത്തിൽപ്പെട്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫാത്തിറിൽ പറയുന്നത് കാണാം, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, നിശ്ചയം അള്ളാഹുവിൻ്റെ കിതാബിനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നവർ, ഓതിക്കൊണ്ടിരിക്കുന്നവർ, വഖാമുസ്സലാഹ്, നിസ്കാരം കൃത്യമായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നവർ, വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയഹ്, നമ്മൾ നൽകിയതിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നവർ നന്മയുടെ മാർഗത്തിൽ, യർജൂന തിജാറത്തൻ ലൻ തബൂർ, അവർക്ക് ഒരിക്കലും നഷ്ടമാകാത്ത മഹത്തായ ഒരു ബിസിനസ്സാണ് അവർ ആ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മഹത്തായ പ്രതിഫലം അവർക്ക് ലഭിക്കും. ലിയുവഫിയഹും ഉജൂറഹും, അവർക്ക് അവരുടെ പ്രതിഫലം അതവർക്ക് പൂർണ്ണമായി നൽകപ്പെടുന്നതാണ്. വയസീദഹും മിൻ ഫദ്ലിഹി, അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൽ നിന്ന് ധാരാളം അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. ഇന്നഹു ഗഫൂറുൻ ഷക്കൂർ, അള്ളാഹു സുബ്ഹാനഹു വതആല വലിയ ഗഫൂറും വലിയ ഷക്കൂറുമാണ്, ധാരാളം ദോഷങ്ങൾ പുറത്തു തരുന്നവനും അതുപോലെ വലിയ പ്രതിഫലം നൽകുന്നവനുമാകുന്നു. അപ്പം അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഓതുക എന്നതും അതുമായി ബന്ധപ്പെട്ട സൽക്കർമ്മങ്ങൾ ധാരാളം ചെയ്യുക എന്നതും മഹത്തായ ഇബാദത്താണ്. ഇനി ഹദീസുകൾ നിങ്ങൾ ശ്രദ്ധിക്കൂ, വളരെ പ്രധാനപ്പെട്ട ഹദീസ്. അലി റളിയല്ലാഹു അൻഹു പ്രത്യേകം ഓരോ സന്ദർഭത്തിൽ ഖുർആൻ ഓതുമ്പോൾ 100 ഇരട്ടി പ്രതിഫലം ലഭിക്കുന്നതും, ഓരോ ഹർഫിനും 100 ഇരട്ടി പ്രതിഫലം, 50 ഇരട്ടി പ്രതിഫലം, അതുപോലെ 25 ഇരട്ടി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഞാൻ പറയുകയാണ്. അതിനു മുമ്പ് ഒരു ഹദീസ് നിങ്ങൾ ശ്രദ്ധിക്കൂ. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അഫ്ളലു ഇബാദത്തി ഉമ്മത്തി തിലാവത്തുൽ ഖുർആൻ, എൻ്റെ ഉമ്മത്തുകളുടെ ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അത് തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക എന്നതാകുന്നു. അതുകൊണ്ട് വലിയ ശ്രേഷ്ഠതയുള്ള ഇബാദത്താണ്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആന് നന്നായിട്ട് എപ്പോഴും ഓതാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. വഖാല അലൈഹി സ്വലാത്തു വസ്സലാം, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹി, ആരെങ്കിലും അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്നുള്ള ഒരു ഹർഫ് ഓതിയാൽ, കുതിബത്ത് ലഹു ഹസനത്തുൻ, അതിന്റെ കാരണം കൊണ്ട് അവനിക്ക് ഒരു നന്മ ചെയ്തതായി രേഖപ്പെടുത്തി വെക്കുന്നതാണ്. വൽ ഹസനത്തു ബിഅശ്രി അംസാലിഹ, ഓരോ നന്മയും 10 ഇരട്ടി പ്രതിഫലമായി അവനിക്ക് അതിന്റെ പ്രതിഫലം ലഭിക്കുന്നതുമാണ്. ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫുൻ, അലിഫ് ലാം മീം ഹർഫുൻ വാഹിദ്, ഒറ്റ ഹർഫാണെന്ന് ഞാൻ പറയുന്നില്ല. ബൽ അലിഫുൻ ഹർഫുൻ, മറിച്ച് അലിഫ് ഒരു ഹർഫാണ്, വലാമുൻ ഹർഫുൻ, ലാമു മറ്റൊരു ഹർഫാണ്, വമീമുൻ ഹർഫുൻ, മീം മറ്റൊരു ഹർഫാണ്. അപ്പൊ ഇങ്ങനെ ഓരോ ഹർഫുകൾക്കും പകരം 10 പ്രതിഫലം, 10 നന്മകൾ ചെയ്തതായിട്ട് രേഖപ്പെടുത്തി വെക്കപ്പെടുന്നതാണ്. വഖാല അലൈഹി സ്വലാത്തു വസ്സലാം, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, യഖൂലുല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിരിക്കുന്നു, ഖുദ്സിയായ ഹദീസ്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്? മൻ ശഗലഹു ദിക്രി, എൻ്റെ ദിക്റ് കൊണ്ട് ആരെങ്കിലും ശുഗലായി, എനിക്ക് ദിക്റ് ചൊല്ലുന്നതിൽ തന്നെ അവൻ വ്യാപൃതനായി, എപ്പോഴും ദിക്റ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ വതിലാവത്തു കിതാബത്തി, എൻ്റെ കിതാബ് ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ്, പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ നിരന്തരം ഓതിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ വതിലാവത്തു കിതാബി അൻ മസ്അലത്തി, അവൻ എന്നോട് ഇങ്ങനെ ദുആ ചെയ്യാൻ സമയം കിട്ടുന്നില്ല. കാരണം അവനിക്ക് ഒരുപാട് ദിക്റ് ചൊല്ലാനുണ്ട്, ഒരുപാട് ഖുർആൻ ഓതാനുണ്ട്, അതിൽ തന്നെ അവൻ ശുഗലായി. എന്നാൽ അവ ചോദിക്കുന്ന ആൾക്കാർ നൽകപ്പെടുന്നതിനേക്കാളും കൂടുതൽ അഅതൈതുഹു അഫ്ദല മാ ഉതിയ ലിസ്സായിലീൻ, ചോദിച്ചുകൊണ്ടിരിക്കുന്നവരെക്കാൾ കൂടുതലും ചോദിക്കാതെ തന്നെ ഇവർക്ക് ഞാൻ കൊടുക്കുന്നതാണ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പരിശുദ്ധ ഖുർആന് നിരന്തരം നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്നത്, നമ്മൾക്ക് ദുആ ചെയ്യാനും അള്ളാഹുവിനോട് കുറെ കാര്യങ്ങൾ ചോദിക്കാനും അതിനൊന്നും സമയമില്ല. കാരണം ദിക്റും ഖുർആനോത്തും തന്നെ ആയിട്ട് ശുഗലായിപ്പോയി. എന്നാൽ ചോദിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ മഹത്തായത് ചോദിക്കാതെ തന്നെ അവർക്ക് എന്താണോ ആവശ്യമുള്ളത് അത് ഞാൻ നൽകും എന്ന നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു തരികയാണ്. മാത്രമല്ല വഫദ്ലു കലാമില്ലാഹി തആല, അല്ലാഹു തആലയുടെ കലാമിന്റെ ശ്രേഷ്ഠത അലാ സാഇരിൽ കലാം, മറ്റുള്ള കലാമിനേക്കാൾ കഫദ്ലില്ലാഹി അലാ ഖൽഖിഹി, അള്ളാഹുവിനിക്ക് സൃഷ്ടികളെക്കാൾ എത്ര വലിയ ശ്രേഷ്ഠതയുണ്ടോ അതുപോലെ തന്നെ മറ്റെല്ലാ കിതാബിനേക്കാളും മറ്റെല്ലാ കലാമിനേക്കാളും അള്ളാഹുവിൻ്റെ കലാമിനിക്ക് ഏറ്റവും ശ്രേഷ്ഠതയുണ്ട്. അള്ളാഹുവിനിക്ക് സൃഷ്ടികളുടെ മേലുള്ള സ്ഥാനം പോലെയാണത്. വഖാല അലൈഹി സ്വലാത്തു വസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു,
ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കണം. കാരണം ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലി അസ്ഹാബിഹി, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നവർക്ക് ശുപാർശ ചെയ്യാൻ വേണ്ടി നാളെ ഖിയാമത്ത് നാളിൽ ആ പരിശുദ്ധ ഖുർആൻ വരുന്നതാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഇനി അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം നമ്മൾ ശ്രദ്ധിക്കണം. എന്താണ്? അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു വഖാല അലിയുൻ കറമല്ലാഹു വജ്ഹഹു, ബഹുമാനപ്പെട്ട അലിയുൻ കറമല്ലാഹു വജ്ഹഹു പറയുകയാണ്, മൻ ഖറഅൽ ഖുർആൻ, ആരെങ്കിലും പരിശുദ്ധ ഖുർആൻ ഓതിയാൽ, വഹുവ ഖായിമുൻ ഫിസ് സ്വലാത്തി, നിസ്കാരത്തിൽ നിന്നുകൊണ്ട് ഒരാൾ ഖുർആൻ ഓതിയാൽ, കാന ലഹു ബികുല്ലി ഹർഫിൻ മിഅതു ഹസന, അവനിക്ക് ഓരോ ഹർഫ് ഓതുമ്പോഴും 100 ഇരട്ടി പ്രതിഫലം, നന്മകൾ അവനിക്ക് രേഖപ്പെടുത്തി വെക്കുന്നതാണ്. 100 ഇരട്ടി അവനിക്ക് ഹസനത്ത് ലഭിക്കുന്നതാണ്. വമൻ ഖറഅഹു വഹുവ ഖാഇദുൻ ഫിസ് സ്വലാത്തി കാന ലഹു ബികുല്ലി ഹർഫിൻ 50 ഹസന. ഇനി നിസ്കാരത്തിൽ സുന്നത്ത് നിസ്കാരത്തിലൊക്കെ ഇരുന്നു കൊണ്ട് നിസ്കരിക്കാലോ, അവ ഇരുന്നു കൊണ്ട് നിസ്കരിച്ചുകൊണ്ട് ആ നിസ്കാരത്തിൽ തന്നെ അവൻ ഇരുന്നു കൊണ്ട് ഓതുകയാണെങ്കിൽ 50 നന്മ ചെയ്തതായിട്ട് അവനിക്ക് പ്രതിഫലം ലഭിക്കുന്നതാണ്. വമൻ ഖറഅഹു ഖാരിജ സ്വലാത്തി, അതിന് ഒരാൾ നിസ്കാരത്തിലല്ല, നിന്നിട്ടും ഇരുന്നിട്ടും നിസ്കാരത്തിലല്ല, നിസ്കാരത്തിന് പുറത്ത്, വഹുവ അലാ ത്വഹാറത്തിൻ, പക്ഷെ അവനിക്ക് വുദൂ ഉണ്ട്, അവന് നല്ല ശുദ്ധനായ നിലക്ക് വുദൂഓട് കൂടിയാണ് ഓതുന്നതെങ്കിൽ, കാന ലഹു ബികുല്ലി ഹർഫിൻ, ഓരോ ഹർഫിനിക്കും പകരം 25 ഹസന, 25 പ്രതിഫലം, 25 നന്മ അവനിക്ക് ലഭിക്കുന്നതാണ്. വമൻ ഖറഅഹു വഹുവ അലാ ഗൈരി ത്വഹാറത്തിൻ, ഇനി ഒരാൾ പരിശുദ്ധ ഖുർആൻ ഓതുന്നുണ്ട്, പക്ഷെ അവനിക്ക് വുദൂ ഒന്നുമില്ല, അവനിങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ്, എന്നാൽ കാന ലഹു ബികുല്ലി ഹർഫിൻ, അവൻ ഓതുന്ന ഓരോ ഹർഫിനിക്കും പകരം അവനിക്ക് ലഭിക്കുന്നത് 10 ഹസനാത്ത്, 10 നന്മകളാകുന്നു. അപ്പോ വുദൂ ഇല്ലാതെ ഓതുമ്പോഴാണ് 10 ഇരട്ടി പ്രതിഫലം, വുദൂ ഉണ്ടെങ്കിൽ 25 ഇരട്ടി നന്മകളാണ് അവനിക്ക് ലഭിക്കുന്നത്. അതിന് നിസ്കാരത്തിൽ തന്നെ ഇരുന്നു കൊണ്ടാണെങ്കിൽ അവനക്ക് 50 നന്മകളാണ് ലഭിക്കുന്നത്. അതിന് നിസ്കാരത്തിൽ തന്നെ നിന്നുകൊണ്ടാണ് അവൻ ഓതുന്നതെങ്കിൽ 100 നന്മകൾ. ഒരു ഹർഫ് ഓതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുമ്പോൾ 19 ഹർഫ് വന്നു. അപ്പൊ ആ 19 ഓരോന്നിനും പകരം 100 നമ്മൾ കൂട്ട്. അപ്പൊ എത്ര വലിയ മഹത്വം ലഭിച്ചു. ഫാത്തിഹ ഓതുമ്പോ എത്ര വലിയ കൂലി കിട്ടുന്നുണ്ട്, നമ്മളിത് ആലോചിച്ചിട്ടുണ്ടോ? ഫാത്തിഹ ഓതുമ്പോ ഒരു ഖുൽ ഹുവല്ലാഹു അഹദ്, സൂറത്തുൽ ഇഖ്ലാസ്, അതുപോലെ നിസ്കാരത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം നമുക്ക് കുറച്ച് വലിയ സൂറത്ത് ഓതാൻ പറ്റിയാൽ അപ്പൊ അവിടെയും ഓരോ ഹർഫിനിക്കും പകരം 100 നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾക്ക് ഓർമ്മ വേണം. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ചിന്തിച്ച് ആ വലിയ മഹത്തായ പ്രതിഫലമൊക്കെ നമ്മൾ ചിന്തിച്ച് ആലോചിച്ചുകൊണ്ട് കുറച്ച് വലിയ സൂറത്തൊക്കെ നമ്മൾ നിസ്കാരത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഓതാൻ ശ്രമിച്ചാൽ നമുക്കതിന്റെ കാരണം കൊണ്ട് വലിയ നന്മകൾ ചെയ്തതായിട്ട് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ മഹത്തായ പ്രതിഫലം നമുക്ക് ലഭിക്കും. അതുകൊണ്ട് പരിശുദ്ധ ഖുർആന് നമുക്ക് എങ്ങനെയൊക്കെ ഓതാൻ പറ്റുന്നുണ്ടോ അതൊക്കെ നമ്മൾ ശ്രമിച്ചുകൊണ്ട് നമ്മളെ കഴിവിന്റെ പരമാവധി പരിശുദ്ധ ഖുർആൻ ഓതുന്നത് നമ്മൾ വർദ്ധിപ്പിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഖുർആനിന്റെ ശഫാഅത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.